مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖത്മുൽ ഖുർആന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധ ഖുർആന്റെ ഖത്മ് തീർക്കുന്ന ക്ലാസ്സുകളാണ്. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞു പോയി. അത് കേൾക്കാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ അവസാനം അത് കാണിക്കുന്നതാണ്. അപ്പോൾ അത് ആദ്യം കാണുകയും അതിനുശേഷം ഈ ക്ലാസ് കേൾക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖത്മ് വളരെ മനോഹരമായിട്ട് കഴിവിൻ്റെ പരമാവധി നമ്മളൊക്കെ ഉണ്ടാവുന്ന രൂപത്തിൽ ഒരു ഖത്മെങ്കിലും നമുക്ക് തീർക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു സൗഭാഗ്യമാണ്. ഈ ഒരു അവസരം നിങ്ങളത് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ക്ലാസ് പ്രത്യേകിച്ച് സാധാരണക്കാരായ ഓതാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് ക്ലാസ് കേൾക്കുകയും അത് ഓതുകയും ചെയ്യുക. അത് എത്ര ദിവസം പിടിച്ചാലും വേണ്ടില്ല, നമുക്കൊരു ഖത്മ് തീർക്കണം. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ക്ലാസ് എടുക്കാനും കേൾക്കാനും അതിനനുസരിച്ച് ഓതാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും പരിപൂർണ്ണ ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ഖത്മുകൾ നമുക്ക് തീർക്കണം. അതിനുള്ള അവസരം അല്ലാഹു തആല നൽകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല അതിനൊക്കെയുള്ള സന്മനസ്സും സാഹചര്യവും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ക്ലാസ് കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് എത്താൻ വേണ്ടിയാണ്. എനിക്ക് നിങ്ങളെ ലൈക്കിൻ്റെ ആവശ്യമില്ല, കമൻറ്റോ മറ്റുള്ള ആവശ്യങ്ങളൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ക്ലാസ് കേൾക്കുകയും അത് ഓതുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു സഹായകരമാകും നിങ്ങളുടെ ഓരോ ലൈക്കുകളും. അതുകൊണ്ട് ആളുകൾക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുന്നതിന് പകരം ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. അതിനൊക്കെ പുറമെ ലൈക്കുകളൊക്കെ ചെയ്യുമ്പോൾ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ആളുകളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ കഴിവിൻ്റെ പരമാവധി ആളുകളൊക്കെ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ് കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇപ്പം തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് എന്ത് ചെയ്യുക, നീട്ടി വെക്കാതെ, കാരണം പിന്നെ നമുക്ക് അവസരം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഉള്ള അവസരത്തിൽ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ തന്നെ പിന്നെ സൂറത്തുൽ ബഖറയുടെ 16 ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ ബാക്കിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആരാ ചോദിച്ചിരുന്നു, ഫാത്തിഹ സൂറത്തിൻ്റെ ഒരു ചെറിയൊരു അർത്ഥം അതിൻ്റെ ഒരു വിശദീകരണം ഒക്കെ കിട്ടിയാൽ സന്തോഷമായിരുന്നു പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ പിന്നെ ആ ഒരു കമൻറ്റ് ബോക്സിൽ തന്നെ അതിൻ്റെ ഒരു ചെറിയ ലിങ്ക് ഫസ്റ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു കമൻറ്റ് ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ പോയാൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട ക്ലാസ് അതിലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് കേൾക്കാൻ ബാക്കിയുള്ള ആളുകൾക്ക് ആ കമൻറ്റിലൊന്ന് പോയി നോക്കിയാൽ അത് കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് ഒരുപാട് പ്രായമുള്ള ആളുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ യൂട്യൂബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഈ സോഷ്യൽ മീഡിയയുമായി കൂടുതൽ ബന്ധമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ ഖുർആന്റെ ക്ലാസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് ലേഡീസിനും അതുപോലെ തന്നെ ആണുങ്ങൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. അപ്പം അത് നാം അയക്കുന്ന വീഡിയോകളൊക്കെ സ്ഥിരമായിട്ട് കിട്ടണമെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കിട്ടും. അപ്പം അതിന് എന്ത് ചെയ്യുക, താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. ഇവിടെ ആദ്യത്തെ സ്ഥലത്ത് കമസലില്ലദി ഇസ്തൗഖദ ല്ലേ, കമസലില്ല കൂട്ടി വായിക്കുമ്പോ കമസലില്ലദി ഇസ്തൗഖദ നാറ, വസലിന്റെ ഹംസയാണ്. വസലിന്റെ ഹംസ എന്ന് പറഞ്ഞാല്
അത് ചേർത്തി ഓതുമ്പോൾ ആ ഹംസ ഉച്ചരിക്കുകയില്ല. വസലിൻ ഹംസ, അതിന്റെ മേലെ ഒരു അലിഫ് കണ്ടില്ല, അലിഫിന്റെ മുകളിൽ ഒരു സ്വാദ് പോലത്തെ ഒരു ചിഹ്നം കണ്ടില്ലേ, അതാണ് വസലിന്റെ ഹംസ. അത് ഉച്ചരിക്കുകയില്ല, അത് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ ഓതി പോകുമ്പോൾ ചേർത്തി ഇങ്ങനെ ഓതുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എങ്ങനെ അവിടെ വഖഫ് ചെയ്തപ്പോൾ നാറൻ എന്നാണുള്ളത്, വഖഫ് ചെയ്തപ്പോൾ നാറ. فلما أضاءت ما حوله ശബ്ദമുള്ള മീമാണ് അല്ലേ. ഫലമ്മ അതിന് ശേഷം മദ്ദുണ്ട്, അപ്പൊ നീട്ടും ചെയ്യാം. മണിച്ചതിന് ശേഷം നീട്ടുക. فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون. 18ാമത്തെ ആയത്ത് صم بكم عمي فهم لا يرجعون. ഇവിടെ ആദ്യത്തെ 3 വാക്ക് ശ്രദ്ധിച്ചില്ലേ, ആ 3 വാക്കിലും തെൻവീൻ ഉണ്ട്. ഒന്ന് തെൻവീന്റെ ശേഷം സുമ്മും അല്ലേ, അവിടെ തെൻവീന്റെ ശേഷം ബാ ആണ് വന്നത്. ശേഷം ബുഖുമുൻ അല്ലേ, അവിടെ തെൻവീന് ശേഷം ഐനാണ് വന്നത്. അതുപോലെ തന്നെ ഉംയുൻ, യാന് തെൻവീൻ ഉണ്ട്, അതിന് ശേഷം ഫ ആണ് വന്നത്. ഇവിടെ 3 നിയമങ്ങളാണ്. സുക്കൂനുള്ള നൂനിന്റെയോ അല്ലെങ്കിൽ തെൻവീനിന്റെയോ ശേഷം രണ്ടും ഒരു നിയമമാണ്. സുക്കൂനിന്റെ നൂന് വന്നാലും തെൻവീൻ വന്നാലും, തെൻവീൻ ഫത്ത് ആകട്ടെ, തെൻവീൻ ലമ്മാകട്ടെ, തെൻവീൻ കസറാകട്ടെ, ഒക്കെ നിയമം ഒന്നാണ്. ഇവിടെ 3 സ്ഥലത്തും തെൻവീൻ ലമ്മാണ് വന്നിട്ടുള്ളത്. അതിന്റെ ശേഷം ബാ വന്നു. തെൻവീൻ ശേഷം അല്ലെങ്കിൽ സുക്കൂനിന്റെ നൂനിന്റെ ശേഷം ബാ വന്നാൽ അവിടെ എന്താണ് നിയമം? അവിടെ സുമ്മുൻ എന്ന് അല്ലെ, തെൻവീനാണ്. തെൻവീന്റെ ശേഷം സുമ്മുൻ എന്ന് പറയുമ്പോൾ ഉൻ എന്ന് പറഞ്ഞ് ഉച്ചരിച്ചല്ലോ, സുമ്മുൻ. ആ നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കണം. അതാണ് തെൻവീന്റെ ശേഷം ബാ വന്നാലുള്ള നിയമം. ഇഖ്ലാബ് എന്ന് പറയും. നൂനിനെ മറിക്കുക, നൂനിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാ, മീമാക്കി കൊടുക്കുക. അപ്പൊ സുമ്മുൻ എന്നുള്ളത് സുമ്മും എന്ന് പറയാം, എന്ന് പറയാതെ സുമ്മും 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 ബുക്മുൻ സുമ്മും അല്ലേ. അപ്പോൾ പിന്നെ അവിടെ നൂനിനെ തൻവീനിനെ മാറ്റിയിട്ട് മീമാക്കിയപ്പോ ഒപ്പം മീമായി. മീമിന്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിക്കണം അല്ലേ. അപ്പൊ സുമ്മും ബുക്മുൻ ഉംയുൻ ഫഹും ലാ യർജിഊൻ. ബുക്മുൻ, സുമ്മും സുമ്മുൻ എന്ന് പറഞ്ഞില്ല, കാരണം എന്താണ്, അവിടെ ബാ ആണ്. ഇവിടെ ബുക്മുൻ എന്ന് പറഞ്ഞു, കാരണം തെൻവീന്റെ ശേഷം ഇൽഹാറിന്റെ അക്ഷരമാണ്. നമ്മുടെ ചാർട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് തിരിയും. ഇൽഹാറിന്റെ അക്ഷരം വന്നാൽ വെളിവാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാ നമ്മുടെ മനസ്സിലുണ്ടാകണം? ഹംസ, ഹ, ഹ, ഖ, ഐന്, ഐന്. ഇവിടെ ഏതാണ്? ഐന് വന്നു. ഐന് വരുമ്പോൾ ഇൽഹാർ ചെയ്യണം, ബുക്മുൻ എന്ന് പറയണം. അപ്പൊ നൂനിനെ തെൻവീനിനെ വെളിവാക്കണം. ഇവിടെ തെൻവീനാണുള്ളത്. ഇവിടെ ഇനി തെൻവീൻ നൂനാണെങ്കിൽ നൂനിനെ വെളിവാക്കണം. തെൻവീൻ ആയതുകൊണ്ട് തെൻവീനിനെ വെളിവാക്കണം, ബുക്മുൻ എന്ന് പറയണം. തെൻവീന് ശേഷം ഇഖ്ഫാന്റെ അക്ഷരമാണ് അല്ലേ. ഒന്ന് സുക്കൂന നൂനിന്റെയോ തെൻവീന്റെ ശേഷം ബാ വന്നു, അവിടെ ഇഖ്തിലാബ് ചെയ്യണം, നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കണം. പിന്നെ നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തെൻവീന്റെ ശേഷം ലാമോ റാ വന്നാൽ ഇദ്ഗാമും ബിലാഗുന്നയാണ്, ഓർമ്മയിലുണ്ടല്ലോ അല്ലേ.
പിന്നെ തെൻവീന് ശേഷം അല്ലെങ്കിൽ സുക്കൂണുള്ള നൂനിന്റെ ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യാ ഈ 4 അക്ഷരമാണ് വന്നതെങ്കിൽ അവിടെ കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ്. ഇപ്പൊ ഈ 3 സ്ഥലത്തും ഇതില്ല. ഇത് ഏതില്ല? ഇദ്ഗാമും ബിലാവുന്ന ഇല്ല, ലാമും റാവും ഇല്ല, നൗമി, നൂന്, വാവ്, മീമും യാ അല്ലെ, നൂന്, വാവ്, മീമ്, യാ ഈ 4 അക്ഷരവും ഇല്ല. പിന്നെ ഇൽഹാറിന്റെ അക്ഷരം 6 പറഞ്ഞു. 6 ഐന് ഇവിടെയുണ്ട്. ബാ നേരത്തെ പറഞ്ഞു, ഇഖ്ലാബിന്റെ ബാവും ഉണ്ട് അല്ലെ, ഐനും ഉണ്ട്. പിന്നെയുള്ള ഇതല്ലാത്ത ബാക്കി ഏതൊക്കെ അക്ഷരങ്ങളുണ്ടോ അതൊക്കെ എന്താണ്? ഇഖ്ഫാന്റെ അക്ഷരമാണ്. സുക്കൂനുള്ള നൂനിന്റെ നിയമമാണ് പറഞ്ഞത്. മീമിന്റെ നിയമം വേറെയാണ്. അത് നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഇപ്പോ പറഞ്ഞത് സുക്കൂനുള്ള നൂനിന്റെയോ തൻവീന്റെ ശേഷമാണ്. അപ്പൊ ഈ പറയപ്പെട്ട ബാ, ലാം, റാ, നൗമി ഇതാ 4 അക്ഷരങ്ങളല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും, ബാക്കി 15 അക്ഷരങ്ങളാണുള്ളത്. ആ 15 അക്ഷരത്തിൽ ഏത് അക്ഷരം വന്നാലും അവിടെ മറച്ച് മണിക്കുകയാണ് ചെയ്യേണ്ടത്. ഉമ്യുൻ എന്ന് പറയാതെ അതിനെ ഒഴിവാക്കുകയോ വ്യക്തമാക്കുകയോ ചെയ്യാതെ രണ്ടിന്റെയും ഇടയിലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. എന്നല്ല, ഈ ചാർട്ടിലുള്ളത് നമ്മൾ മനസ്സിലുണ്ടാകണം ഇൻഷാ അല്ലാഹ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ അത് കൂടുതലായിട്ട് പറയില്ല. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. പത്തൊമ്പതാമത്തെ ആയത്ത് أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم أو كصيب നേരത്തെ പറഞ്ഞു നൗമി, തൻവീന് ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യാ. നേരെ കസയീബിമ്മി, മീമിന് കൊടുക്കുക. തൻവീന്റെ നൂന് ബിൻ എന്ന് പറയുമ്പോൾ ഉച്ചരിക്കുമ്പോൾ ബിൻ എന്ന നൂനിനെ അതിലെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. ഔ കസയീബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതിൻ വറഅദുൻ, അവിടെയും ളുലുമാതുൻ വറഅദുൻ വബർഖുൻ യജ്അലൂൻ, അവിടൊക്കെ ഇദ്ഗാം ബിഗുന്നയാണ്. വബർഖുൻ യജ്അലൂന അസാബിഅഹും ഫീ ആദാനിഹിം മിനസ് സ്വവാഇഖി ഹദറൽ മൗത്ത്. അവിടെ വഖഫ് ചെയ്തപ്പോൾ താഇന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള അക്ഷരം വാവാണ്. പിന്നെ നമ്മള് ക്ലാസ് കേൾക്കുന്ന തീരെ തിരിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ട്, എന്ത് ചെയ്ത് നമ്മളെന്ത് ചെയ്യുക, കൂടെ ഇങ്ങനെ ഓതിപ്പോയാൽ മതി. അങ്ങനെ തീരെ മനസ്സിലാവുന്നില്ല എങ്കിൽ ആരും പ്രയാസപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ക്ലാസ് കഴിയുമ്പോൾ കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി ഇല്ലെങ്കിൽ കൂടെ ഇങ്ങനെ ഓതി ആ രൂപത്തിൽ തന്നെ ഇങ്ങനെ ഓതിപ്പോയാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് തീർക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോ في آذانهم من الصواعق حذر الموت. അവിടെ മൗത്ത് എന്നുള്ളത പറഞ്ഞല്ലേ. സുക്കൂണ് അവിടെ വഖഫ് ചെയ്തപ്പോൾ താഇന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ളത് വാവാണ്. തൊട്ട് മുമ്പുള്ളത് വാവാകട്ടെ യാ ആകട്ടെ, വാവായാലും യാ ആയാലും അതിന് സുക്കൂൻ ഉണ്ടെങ്കിൽ, ഇവിടെ വാവിന് സുക്കൂൻ ഉണ്ട്, കാണുന്നില്ലേ? മൗത്ത് ഇങ്ങനെയുള്ള സ്ഥലത്ത് വഖഫ് ചെയ്യുമ്പോൾ അവിടെ മദ്ദലീനാണ്. അപ്പോ മൗത്ത് എന്ന് പറഞ്ഞ പോലെ മൗത്ത്. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. മുഹീത്തുൻ തുൻ എന്നാണ്, മുഹീത്തുൻ ലെ തുൻ എന്നാണ് ഉണ്ടായിരുന്നത്. ശേഷമുള്ള അക്ഷരം ബ ആയതുകൊണ്ട് ആ തുൻ എന്നതിനെ തും എന്നാക്കി, മീമാക്കി. അവിടെ ഒരു തെൻവീന്, 2 തെൻവീൻ ഉണ്ടായിരുന്നു, ഒന്നിനെ മീമാക്കി. അതിനാണ് ആ മീമിന്റെ ചിഹ്നം കൊടുത്തിട്ടുള്ളത്. അപ്പൊ മുഹീത്തുൻ എന്ന് പറയാതെ അതിലുള്ളത് പോലെ നമ്മൾ എന്ത് ചെയ്താൽ കാണുമ്പോൾ തന്നെ നമുക്ക് മീമ് കണ്ടില്ലേ? ആ മീമിന്റെ കൊക്ക അതിന്റെ വാല് താഴോട്ട് പോയത് ഇനി കുറച്ച് മേലെ വരും, അത് അതിനുള്ളതല്ല.
അത് ഞാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ എത്തുമ്പോൾ പറയാം. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. ഒന്നുകൂടെ ഓതി നോക്കി. ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖുൻ യജ്അലൂന അസ്വാബിഅഹും يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين. കാഫിരീൻ പറയത് كافرين. يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا സുക്കൂളിന്റെ മീമിന്റെ നിയമം ഓർമ്മയിലുണ്ടാവും അല്ലേ? മീമിന്റെ ശേഷം മീമ് വന്നാൽ നേരെ ഒറ്റ മീമായിട്ട് ഉച്ചരിക്കും. ലഹും മശൗ എന്നുള്ള ലഹും മശൗ എന്നാണ് ഉച്ചരിക്കേണ്ടത്. അതുപോലെ തന്നെ സുക്കൂളിന്റെ മീമിന്റെ ശേഷം ബാ വന്നാൽ അവിടെ മറച്ച് മണിക്കുക. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മീമിനെ വെളിവാക്കണം. ലഹും എന്ന് പറയണം, ഇവിടെ പറയരുത്. എന്ത് ചെയ്യണം? അവിടെ കണ്ടില്ലേ മേലെ അബ്സാറഹും കുല്ലമാ അബ്സാറഹും. കാരണം മീമിന്റെ ശേഷം കാഫാണ് ഒന്ന്. മീമും ബാവും അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും അവിടെ വെളിവാക്കണം. അബ്സാറഹും എന്ന് വ്യക്തമാക്കി പറയണം. എന്നിട്ട് കുല്ലമാ അബ്സാറഹും കുല്ലമാ. അപ്പോ ലഹും മശൗ ഫീഹി വഇദാ അദ്ലമ അലൈഹിം ഖാമൂ ولو شاء الله لذهب بسمعهم وأبصارهم قاموا. അവിടെ കണ്ടില്ലേ? അവിടെ നിർത്തിയപ്പോ അങ്ങനെ തന്നെ, നിർത്തുന്നില്ല എങ്കിലും അങ്ങനെ തന്നെ ഓതല്. കാരണം അവിടെ നിന്നാണ് വഖഫ് ചെയ്യുമ്പോൾ നീട്ടാനുള്ളത് നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അലൈഹിം എന്നുള്ളത് അങ്ങനെ തന്നെ. വഇദാ അദ്ലം അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ വഇദാ അദ്ലം മീമിനെ സുക്കൂനാക്കി വഖഫ് ചെയ്യാം. എന്നാൽ ഖാമു എന്ന സ്ഥലത്ത് വഇദാ അദ്ലമ അലൈഹിം ഖാമു അല്പം സാധാരണ നിർത്തുന്ന പോലെ നീട്ടി നിർത്തുക. നിർത്തുന്നില്ല എങ്കിലും അങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. വഇദാ അദ്ലമ അലൈഹിം ഖാമു വലൗ ശാഅ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഖദീർ എന്നല്ല ഖദീർ. 20-ാമത്തെ ആയത്ത് يا أيها الناس اعبدوا ربكم الذي خلقكم അവിടെ മദ്ദുണ്ടല്ലേ? മദ് മുൻഫസ്സിലാണ്. കൂട്ടി വായിക്കുമ്പോ വസലിന്റെ ഹംസ അവിടെ ഉണ്ട്. വസലിന്റെ ഹംസ എന്ന് പറയുമ്പോൾ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല. അപ്പൊ ആ ഹംസ അവിടെ ഒരു അരിഫ് കാണുന്നില്ലേ? ഹംസ അത് ഉച്ചരിക്കുകയില്ല. സുഅ്ബുദു റബ്ബക്കും يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. من قبلكم എന്ന് പറയാൻ പാടില്ല. കാരണം മിൻ എന്ന് പറയണമെങ്കിൽ ശേഷമുള്ള അക്ഷരം ഇദാറിന്റെ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമായിരിക്കണം. ഇവിടെ ഖാഫാണ്. അപ്പോൾ മിൻ എന്ന് പറയുകയില്ല. ഇഖ്ഫായിന്റെ അക്ഷരമാണ്. അതിൽ നേരത്തെ പറയപ്പെട്ട 13 അക്ഷരത്തിൽ പെടാത്ത അക്ഷരമാണ്. 15 അക്ഷരത്തിൽ പെട്ടതാണ്. 28 അക്ഷരങ്ങളാണ് അറബിയിലുള്ളത്. 15 അക്ഷരങ്ങളാണ് ഇഖ്ഫായിന്റെ അക്ഷരങ്ങൾ. അപ്പോ അതിൽ പെട്ടതാണ് ഖാഫ്.
മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ആയത്തിൽ നോക്കി ഖലഖകും ഖലഖകും എന്നല്ല, ഒന്ന് ഖ മറ്റൊന്ന് ഖു ല്ലേ, ഖ ക ഖ ക ക എന്നല്ല ഖു ല്ലേ. ഖലഖകും ഖലഖകും രണ്ടും മാറ്റമുണ്ട് ല്ലേ. ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. 22-ാമത്തെ ആയത്ത് അല്ലദീ ആന്ന് വായിച്ചത്, ഉല്ലദീ എന്ന് വായിക്കരുത്. നമ്മൾ സാധാരണ ഇങ്ങനെ വായിക്കലുണ്ട്, ഇത് അല്ലദീ എന്നുള്ളത് നമുക്ക് പരിചയമുണ്ട് അല്ലേ. എന്താണ് ഇവിടെ ആന്ന് വായിക്കാൻ കാരണം? അലിഫും ലാമും വരുന്ന സ്ഥലത്ത് ഇവിടെ അലിഫിന് ആ ഹംസ ഉണ്ടല്ലോ, ആ അലിഫിന് ഫത്ത് ഉണ്ടോ? ഇല്ല, ഫത്ത് ഇല്ല, കസർ ഇല്ല, ദമ്മൂല. പിന്നെ അതെന്താണ്? ഒരു സ്വാദ, ചെറിയൊരു സ്വാദിന്റെ ചിഹ്നമാണ്. അപ്പൊ ഇതിങ്ങനെ ആന്ന് വായിക്കല്, ഈന്ന് വായിക്കല്, ഊന്ന് എങ്ങനെ വായിക്കാം? അലിഫും ലാമും വരുന്ന സ്ഥലത്ത് എപ്പോഴും ആ എന്നാണ് വായിക്കേണ്ടത്. അലിഫും ലാമാണ് തുടക്കത്തിലുള്ളതെങ്കിൽ ഈ ഹംസ വരികയും ചെയ്യുമ്പോൾ അവിടെ ആ എന്ന് വായിക്കണം തുടക്കത്തിൽ. ഇത് വസ്ലിൻ ഹംസയാണ്. വസ്ലിൻ ഹംസ എന്ന് പറഞ്ഞാൽ ഇത് ചേർത്തി വായിക്കും. ഇവിടെ എന്തിനാ വസ്ലിൻ ഹംസ കൊടുത്തിട്ടുള്ളത്? നമ്മൾ നേരത്തെ 21-ാമത്തെ ആയത്തുണ്ടല്ലോ, ഈ ആയത്തിൽ വഖഫ് ചെയ്യാതെ ഒരാളിങ്ങനെ ഓതാണ്, അങ്ങനെ ഓതുന്നതിന് എന്തില്ല, തടസ്സമൊന്നുമില്ല. അവിടെ ആയത്തിന്റെ അവസാനമാണല്ലേ, അവിടെ എന്ത് ചെയ്യുക, നിർത്തുക. ഇനി ഒരാൾ നിർത്താതെ ഇങ്ങനെ ഓതുകയാണെങ്കിൽ ആ ആളുകൾക്കുള്ളതാണ് അവിടെ വസ്ലിൻ ഹംസ കൊടുത്തിട്ടുള്ളത്. വസ്ലിൻ ഹംസ ചെയ്യുമ്പോൾ അപ്പോൾ മുമ്പത്തെ ആയത്ത് നോക്കി, ലഅല്ലകും തത്തഖൂന അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശ. അങ്ങനെ ഓതുന്നതിന് തടസ്സമൊന്നുമില്ല. ലഅല്ലകും എന്ത് ചെയ്യുക, അവിടെ എന്ത് ചെയ്യുക, വഖഫ് ചെയ്യാം. ആയത്തിന്റെ അവസാനമാണല്ലോ. അപ്പോൾ ലഅല്ലകും തത്തഖൂന അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശ, അപ്പോഴാണ് ആ വസ്ലിൻ ഹംസ വരുന്നത്. നേരെ വെച്ചാൽ നിർത്തിയ ഒരാള് ഇനി ഓതുമ്പോൾ, നിർത്തുക എന്ന് പറഞ്ഞാൽ ആയത്തിന്റെ അവസാനം മാത്രമല്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യാ, അല്ലദീ ജഅല ലകും എന്ന് പറഞ്ഞ് നിർത്തി. ഇനി ഓതുമ്പോഴോ അൽ അർള ഫിറാശ, അല്ലെങ്കിൽ ജഅല ലകുമുൽ അർള ഫിറാശ. ഒരാൾ നിർത്തിയ സ്ഥലത്ത് നിന്നാണ് ഓതുന്നതെങ്കിൽ അൽ അർള ഫിറാശ എന്നാണ് ഓതേണ്ടത്. ഇനി മുമ്പത്തുനിന്ന് ഓതുമ്പോൾ ജഅല അല്ലദീ ജഅല ലകുമുൽ അർള, അർള അവിടെ കണ്ടില്ല വസ്ലിൻ ഹംസ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് ചേർത്ത് ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല. പലപ്പോഴും പല ആളുകളും സംശയം ചോദിക്കലുണ്ട്. മാത്രമല്ല ചിലപ്പോൾ എന്ത് ചെയ്യും, അല്ലദീ ജഅല ലകുമു അൽ അർള എന്ന് പറഞ്ഞ് ഓതാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഓതരുത്. അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് വീണ്ടും അത് വിഷയം പറയുന്നത്. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء. അടക്കം മദ്ദുണ്ട്, മദ്ദ് മുത്തസ്സിലാണ്. ഒരേ വാക്കിലാണ് വന്നിട്ടുള്ളത് അല്ലേ. മദ്ദക്ഷരത്തിന്റെ ശേഷം, മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലാണ്. സമാ എന്നുള്ള ഒരു വാക്കാണ് അല്ലെ, ബിനാ എന്നുള്ള ഒരു വാക്കാണ്, മാ ഒക്കെ ഒരു വാക്കാണ്. അവിടെ തൻവീൻ ഫത്ത് ഉള്ളവർക്കൊക്കെ ശ്രദ്ധിക്കുക. അവിടെ നിർത്തുകയാണെങ്കിൽ അങ്ങനെ നിർത്തുക. ബിനാ അവിടെ തൻവീൻ ഫത്താണ്. അപ്പൊ അവിടെ നിർത്തുമ്പോ ബിനാ എന്ന് പറയാൻ പറ്റില്ല, ബിനാ. والسماء بناء وأنزل من السماء ماء فأخرج. തൻവീന്റെ ശേഷം ഫ വന്നു അല്ലേ, അവിടെ ഇഖ്ഫാണ്. فأخرج به من الثمرات رزقا لكم. തൻവീന്റെ ശേഷം ല എന്നുള്ളതാണ് ഉച്ചരിക്കുന്നത്. റിസ്ഖൻ എന്നാണുള്ളത്. അതിനുശേഷം ലാമാണ്. ലാമിന് ശബ്ദം വന്നത് എന്തുകൊണ്ടാണ്? ഈ നൂനിൽ നിന്ന് തൻവീനിനെ ലാമിലേക്ക് കൊടുത്തപ്പോഴാണ്. റിസ്ഖൻ ലക്കും എന്ന് പറയരുത്, ഫത്ഹ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഖാഫിന് ഫത്ഹ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റിസ്ഖൻ ലക്കും ഫലാ തജ്. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ സുക്കൂണ നൂനിന്റെയോ തൻവീനിന്റെയോ, ഇവിടെ തൻവീനാണ് അല്ലെ, റിസ്ഖൻ എന്ന തൻവീനാണ്. ഇതിന്റെ പേരാണ് തൻവീന്. രണ്ട് ഫത്ത് ഉണ്ടെങ്കിൽ, രണ്ട് ഗസർ ഉണ്ടെങ്കിൽ, രണ്ട് ലൊമ്മ ഉണ്ടെങ്കിൽ ഇതിന്റെ പേരാണ് തൻവീന്. തൻവീൻ ഫത്ത്, തൻവീൻ ഗസർ, തൻവീൻ ലൊമ്മ, ഏതായാലും വേണ്ടില്ല.
തെൻവീൻ ഏതായാലും വേണ്ടില്ല, ലൊമ്മാകട്ടെ കസറാകട്ടെ ഫത്ഹാകട്ടെ ഏതായാലും അതിന് ശേഷമുള്ള അക്ഷരം, ഉച്ചരിക്കുന്ന അക്ഷരം അവിടെ ലാമാണ് അല്ലേ. റിസ്ഖൻ എന്നതിന് ശേഷം ഒരു അലിഫുണ്ട്, അത് ഉച്ചരിക്കുന്നില്ല, ഉച്ചാരണത്തിൽ വരുന്ന ലാമാണ്. അപ്പൊ അതിന് ശേഷമുള്ള അക്ഷരം ലാമോ റാഓ ആണെങ്കിൽ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറഞ്ഞു, നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി. റിസ്ഖല്ല, റിസ്ഖൻ അങ്ങനൊന്നും പറയണ്ട, റിസ്ഖൻ ലക്കും. فلا تجعلوا لله أندادا وأنتم تعلمون എന്ന് ചുണ്ട് കൂട്ടണം, പൊട്ടിയതിന് ശേഷം تعلمون. ആയത്തൊന്നുകൂടി നോക്കി, الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. വഖഫ് ചെയ്യുമ്പോൾ 21-ാമത്തെ ആയത്തിൽ കണ്ടില്ലേ, തത്തഖൂൻ തഅലമൂൻ. മദ്ദ് ആരിലാണ്. വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനെ തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ ഇവിടെ തഅലമൂ കണ്ടിയ നീട്ടാനുള്ള വാവാണ്. വഖഫ് ചെയ്യുന്ന അക്ഷരത്തിന് സുക്കൂന് കൊടുക്കുകയും സുക്കൂൻ കൊടുക്കണം അല്ലേ. അതിന് മുമ്പുള്ള നീട്ടാനുള്ള തഅലമൂന എന്നുള്ളത് വഖഫ് ചെയ്യുമ്പോൾ തഅലമൂൻ നൂനിന് സുക്കൂൻ കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്. 23-ാമത്തെ ആയത്ത് അവിടൊക്കെ ഇഖ്ഫാണ് അല്ലേ. അവിടെ ചുണ്ട് പൂട്ടണം, എന്നിട്ട് ഫീ എന്ന് പറയാം. وإن كنتم في ريب مما نزلنا على عبدنا من ريب مما نزلنا على عبدنا فأتوا بسورة من مثله فأتوا بسورة من مثله. ഇവിടെ രണ്ടും ഒരേ നിയമമാണ്. തൻവീനിന് ശേഷം മീം വന്നു, സുക്കൂണിന്റെ നൂനിന് ശേഷം മീം വന്നു. തൻവീൻ ആയാലും നൂനായാലും ഒക്കെ കണക്കന്നെ, രണ്ടും സമമാണ്. ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വഖഫ് ചെയ്തപ്പോൾ മിസ്ലിഹി എന്നാണ്, മിസ്ലിഹി അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ഇങ്ങനെ ഉദാ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും. ഹി എന്നുള്ളത് എന്ത് ചെയ്യണം, നീട്ടണം. നീട്ടാനുള്ള ചെറിയൊരു ചിഹ്നമുണ്ട് അല്ലെ. അപ്പൊ അല്പം സാധാരണ നീട്ടുന്നത് പോലെ നീട്ടുക. മിൻ മിസ്ലിഹി വദ്ഉ. എന്താണ് നീട്ടാനുള്ള കാരണം? എന്താണ് ഹി എന്നത് നീട്ടാനുള്ള കാരണം? എന്താണ്? തൊട്ട് മുമ്പുള്ള ലാമിന് തൊട്ട് ശേഷമുള്ള വാവിന് രണ്ടിനും സുക്കൂനില്ല, അത് നിയമമാണ്. രണ്ടിനും ഏതെങ്കിലും ഒരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹി എന്നത് നീട്ടുകയില്ല. വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. അവിടെ വഖഫ് ചെയ്യേണ്ടി വന്നു, അപ്പൊ ഞാൻ അവിടെ നിർത്തി, മനസ്സിലായില്ലേ? അപ്പൊ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. എല്ലാവരും ഓതുമ്പോൾ എപ്പോഴും നമ്മളൊക്കെ എപ്പോഴും ഓതേണ്ടത് മുസഹഫ് നോക്കിയിട്ടാണ്, ഖുർആൻ നോക്കിയിട്ടാണ് എപ്പോഴും ഓതേണ്ടത്. ഇപ്പൊ ക്ലാസ് കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യാവുന്ന മൊബൈലിലേക്ക് നോക്കുക, അതിന്റെ കൂടെ ഖുർആനിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ നന്നായി. അപ്പൊ ഇൻഷാ അല്ലാഹ് രണ്ടും കൂടി എന്ത് ചെയ്യാ, നോക്കിയിട്ട് പോവാം ഇൻഷാ അല്ലാഹ്. ഖുർആനിലേക്ക് എപ്പോ ഓതുമ്പോഴും നമുക്ക് കാണാതെ അറിയുന്ന സൂറത്താണെങ്കിൽ പോലും മുസഹഫിലേക്ക് നോക്കി ഓതുക, അതിന് വേറെ കൂലി തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അതിന്റെ കൂലി വെറുതെ നഷ്ടപ്പെടുത്തരുത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. 24-ാമത്തെ ആയത്ത് ഫഇല്ലം
അല്ലേ? അവിടെ ഒരു നൂനുണ്ട്, സുക്കൂണുള്ള നൂനാണ്. എന്താ അവിടെ ഉച്ചരിക്കാത്ത? നേരത്തെ പറഞ്ഞല്ലോ, കാരണം പറഞ്ഞല്ലോ. എന്താണ് കാരണം? സുക്കൂണുള്ള നൂനിന്റെ ശേഷം ലാമ് വന്നാൽ ഇദ്ഗാമും ബിലാ ഉന്ന, ബിലാ ഉന്ന, ഉന്നത്ത് പാടില്ല, മണിക്കാൻ പാടില്ല. അപ്പൊ അവിടെ നൂനേ വരില്ല. ഫഇല്ലം എന്ന് പറഞ്ഞാൽ മതി. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു, ഇവിടെ നൂനിന് ചെറിയൊരു മറച്ചു മണിക്കൽ വന്നല്ലോ. എന്തുകൊണ്ടാ? അതിനുശേഷമുള്ള അക്ഷരം ത ആണ്, ഇഖ്ഫാഇന്റെ അക്ഷരമാണ്, 15 അക്ഷരത്തിൽപ്പെട്ട അക്ഷരമാണ്. വലൻ തഫ്അലു ഫത്തഖുൻ നാറ അല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. ഇൻഷാ അല്ലാഹ് 2 പേജാണ് ഓതാൻ ഉദ്ദേശിച്ചത്. അത് കുറച്ചൊന്ന് സ്പീഡാക്കുകയാണ്, അല്ലെങ്കിൽ വീഡിയോ ദീർഘിച്ചു പോകും. ഇൻഷാ അല്ലാഹ് വീഡിയോ ദീർഘിച്ചു പോയാൽ പിന്നെ അത് ചില ആളുകൾക്ക് പ്രയാസമാകും. ഇൻഷാ അല്ലാഹ് എങ്ങനെ ദീർഘിച്ചു പോയാൽ പ്രയാസമുണ്ടോ ഇല്ലേ എന്നും കൂടി അറിയിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ദീർഘിച്ചു പോകാനിൽ പിന്നെ ചില ആളുകൾ പറഞ്ഞത് 3 പേജ് 4 പേജൊക്കെ ഓതിയാൽ വേഗം ഖത്മ് തീരുന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഓതിയാൽ ഒന്ന് ചിലപ്പം മനസ്സിലാകാതെ പോവും. പിന്നെ അതുപോലെ തന്നെ എനിക്കും അല്പം പ്രയാസമുണ്ട്. ഇതൊക്കെ പിന്നെ യൂട്യൂബിലേക്ക് വരണമെങ്കിൽ അത് കുറേ പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ്റെ കുറേ പ്രയാസമുണ്ട്. അപ്പോൾ ഒരുപാട് പേജ് ഉണ്ടാകുമ്പോൾ അത്രയും കൂടുതൽ റിസ്ക്കും എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് റിസ്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല, സമയത്തിൻ്റെ പ്രശ്നമാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഏതായാലും സൗകര്യം പോലെ പിന്നെ ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. ക്ലാസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, കിട്ടാൻ പ്രയാസപ്പെടുന്നത് പിന്നെ നമ്മളെ താഴെ ഉണ്ടാവും, വീഡിയോ കാണുന്നതിൻ്റെ താഴെ പിന്നെ നോക്കിയാൽ മതി, സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. അതെന്ത് ചെയ്യുക, ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ചിഹ്നം ഉണ്ടാവും, അതെന്ത് ചെയ്യുക, പിന്നെ അത് ഓൺ ചെയ്ത് വെക്കുക. ഞാൻ അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കുട്ടികളോട് ചോദിക്കുക. ഈ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് കാണുന്ന ആളുകൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെക്കുക. അതിന് പുറമെ ലൈക്കും ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ഒരവട്ടം മുമ്പ് ചെയ്തവർ ഇനി കഴിയുമ്പോൾ തൊടാൻ നിൽക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടണിലും ആരും എന്ത് ചെയ്യണ്ട, ഒരു വട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ തൊടേ ചെയ്യരുത് ഇൻഷാ അല്ലാഹ്. ലൈക്ക് ഏത് വീഡിയോക്കും എപ്പോൾ വീഡിയോ വിട്ടാലും എന്ത് ചെയ്യുക, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ലൈക്ക് തന്ന് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് എല്ലാ വീഡിയോക്കും ലൈക്ക് ചെയ്താൽ ഇമെയിലൊരു നീല ബട്ടൺ, നീല കളർ വരും. അപ്പോൾ ലൈക്ക് ചെയ്തിക്കണമെന്ന് അർത്ഥം ഇൻഷാ അല്ലാഹ്. 25-ാമത്തെ ആയത്താണ്. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار. ഇതെല്ലാം മിക്ക സ്ഥലങ്ങളിലും വരുന്ന പദങ്ങളാണ്. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖ. സമറത്തിർ രി തൻവീന്റെ ശേഷം റാ വന്നു. റാ അതുപോലെ ലാമ് റാ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി. സമറത്തിർ റിസ്ഖ ഖാലൂ ഹാദാ അല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ റുസിഖ്നാ. അത് ചിലപ്പോൾ മാറാനൊക്കെ സാധ്യതയുണ്ട്. റുസിഖി എന്നാകാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഞാൻ ഓതിയാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കുക. റുസിഖ്നാ ഹാദാ അല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ. പറയാൻ കാരണം റുസിഖി എന്നാകാൻ സാധ്യതയുണ്ട്, ഖാഫിന് കസ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഖാലൂ ഹാദാ അല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ എന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതെല്ലാം വഉതു എന്നാണുള്ളത്. വഉതു ബിഹി മുതശാബിഹ. ഹംസക്ക് ലമ്മാണ്. വഉതു ബിഹി മുതശാബിഹ വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ. إن الله لا يستحيي أن يضرب مثلا ما بعوضة فما فوقها لا يستحيي. അവിടെ അല്പം നീട്ടണം, നീട്ടിയാ പോരാ അല്ലേ, മദ്ദും കൂടി ഉണ്ട്. لا يستحيي أن يضرب مثلا ما بعوضة مثلا ما بعوضة فما فوقها
فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. നമുക്ക് ശ്രദ്ധിക്കണില്ലേ? ഇൻഷാ അല്ലാഹ് 27-ാമത്തെ ആയത്ത് الذين ينقضون عهد الله من بعد ميثاقه. ഇപ്പൊ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ ഓരോന്നായിട്ട് എല്ലാം കൂടി ഞാൻ ഈ വിഷയത്തിൽ പറയുന്നില്ല. ഈ വീഡിയോയിൽ പറഞ്ഞില്ല, നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് ഓരോന്ന് പറയാം ഇൻഷാ അല്ലാഹ്. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل من بعد ميثاقه. നൂനിന്റെ ശേഷം ബാ ആണ്, നൂനിനെ മറിച്ച് നൂനിനെ മാറ്റിയിട്ട് മീമായി കൊടുക്കാം. മിൻ എന്നുള്ള മിൻ ബഅദി മീസാഖിഹി. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ അല്പം നീട്ടേണ്ട. കാരണം എന്താണ്, ഹി എന്നതിന് മുമ്പും ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനില്ല. മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ ബിഹി എന്ന് നീട്ടാനുള്ള കാരണം എന്താണ്, മുമ്പുള്ള അക്ഷരം ബി, ശേഷമുള്ള ആ സുക്കൂനില്ല. പിന്നെ ഒന്നുകൂടി നീട്ടാനുള്ള കാരണം എന്താണ്, നീട്ടിയതിന് ശേഷം ആ വന്നു, ഹംസ വന്നു. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം എപ്പോ ഹംസ വന്നാലും ഒന്നെങ്കിൽ മുത്തസിലാകും അല്ലെങ്കിൽ മുൻഫസിലാകും. അതേ പദത്തിലാണെങ്കിൽ മുത്തസിലാകും, ചേർന്ന് വരും. അതിന് ശേഷമാണെങ്കിൽ അടുത്ത പദം ബിഹി കഴിഞ്ഞിട്ട് അൻ എന്നുള്ളത് വേറെ വാക്കാണ്. അപ്പോ മദ് മുൻഫസിലാണ്. ഏതായാലും മദ് അവിടെ ഉണ്ട് അല്ലേ. ما أمر الله به أن يوصل أن എന്ന് പറയുന്നത് أن يوصل ويفسدون في الأرض. ഇതിന്റെ കാരണം നൂന്റെ ശേഷം യാ വന്നു. ويفسدون في الأرض أولئك هم الخاسرون كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. ഇവിടെ എന്ത് ചെയ്യണം, ثم يميتكم അടക്ക ഇദ്ഹാർ ചെയ്യണം. മീം വ്യക്തമായിട്ട് പറയണം. ثم يميتكم ثم يحييكم ثم إليه ترجعون. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. നമുക്ക് ഒന്നിച്ചെന്ത് ചെയ്യാം, ഇതുവരെ ഓതിയത് ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഓതാം ഇൻഷാ അല്ലാഹ്. ഇനി 30-ാമത്തെ ആയത്താണ്. നമ്മൾ സാധാരണ ഓതുന്ന ഖുർആനിൽ 5 പേജ് ആയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ 5 പേജ് എന്ത് ചെയ്യാം, ഒന്ന് 29-ാമത്തെ ആയത്ത് വരെയാണ് ഓതിയിട്ടുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. 16 മുതലുള്ള ആയത്താണ്. ഇപ്പൊ കൂടെ നമ്മൾ ഒന്നുകൂടി ഓതുകയാണ്. ഇങ്ങനെ നമുക്ക് ഓതുകയാണെങ്കിൽ ഒരു ഖത്മല്ല, നമുക്ക് 2 ഖത്മ് തീർക്കാൻ സാധിക്കും. കൂടെ ഓതുകയും അതിന് ശേഷം രണ്ടാമതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഓതുമ്പോൾ 2 ഖത്മ് നമുക്ക് തീർക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒന്നും മിസ്സാകാതെ ഒക്കെ എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക. ഏതെങ്കിലും മിസ്സാകുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. എൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്.
بسم الله الرحمن الرحيم مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون هو الذي خلق لكم ما في الأرض جميعا
ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. صدق الله العلي العظيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.